അധ്യായം 5. ആ ദാസിയെ പറഞ്ഞയച്ചത് മറ്റാരുമായിരുന്നില്ല, ശേഷനാഗ രാജാവായിരുന്നു. പുത്രിയുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തുകേട് തോന്നിയപ്പോഴാണ് അദ്ദേഹത്തിന് വിശ്വസ്തയായ ഒരു ദാസിയെ ഈ കൃത്യനിർവഹണത്തിനായി തിരഞ്ഞെടുത്തത്. ദാസിയിൽ നിന്നറിഞ്ഞ വിവരങ്ങൾ അദ്ദേഹത്തെ ക്രോധിതനാക്കി. എന്നാലും അദ്ദേഹം സ്വയം നിയന്ത്രിച്ചു. എന്തുകൊണ്ടിങ്ങനെയെല്ലാം സംഭവിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. നാരദ മഹർഷി പറഞ്ഞ കാര്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അളകനന്ദയെ ഭൂമിയിലേക്ക് പോകാൻ അനുവദിക്കരുത്. എന്നാൽ നമുക്കത് തടയാൻ സാധിച്ചില്ലല്ലോ. അദ്ദേഹം സ്വയം നേരിട്ട് പോകുവാൻ തീരുമാനിച്ചു. ഇനി അവൾ പോകുമ്പോൾ താനും അവളുടെ പിന്നാലെ പോകുന്നതാണ്. അളകനന്ദയ്ക്ക് ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധയില്ലാതായി. ഏതു നേരവും സൂര്യപുത്രനെ കിനാവ് കൊണ്ടിരിക്കുന്നതാണ്. അവൾ വീണ്ടും ആദിത്യനെ കാണുവാൻ ആഗ്രഹിച്ചു. അവനെ കാണുവാൻ വീണ്ടും അവൾ നദീതടാകത്തിൽ ചെന്നിരുന്നു. അല്പസമയത്തിനു ശേഷം ആദിത്യനും വന്നെത്തി. രണ്ടുപേരും പരസ്പരം സന്ദേശങ്ങൾ കൈമാറി. ഈ സമയം ശേഷനാഗ രാജാവ് അവിടേക്ക് കടന്നു വന്നു. പിതാവിനെ കണ്ട അളകനന്ദയ്ക്ക് സംഭ്രമം കൊണ്ട് ഒന്നും പറയുവാനായില്ല. അവൾ അവിടെ നിന്ന് പരുങ്ങി. അവളെ അദ്ദേഹം തീക്ഷ്ണമായി നോക്കി. അവൾക്ക് ആ നോട്ടത്തെ നേരിടുവാൻ കഴിയാതെ അവൾ തല കുനിച്ചു. എന്താണ് ഇവിടെ നടക്കുന്നത്? വന്നത് ആരെന്ന് ആദിത്യന് മനസ്സിലായില്ല. അദ്ദേഹത്തോട് അവൻ ആരാഞ്ഞു, അങ്ങ് ആരാണ്? എന്താണ് ഇവിടെ വരാൻ കാരണം? ആദിത്യന് ശേഷനാഗ രാജാവ് മറുപടിയൊന്നും നൽകിയില്ല. അളകനന്ദ അപ്പോൾ ശബ്ദിച്ചു, പിതാവേ, ഞാൻ അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കുവാനായില്ല. ശേഷനാഗ രാജാവ് അവളുടെ കരങ്ങളിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. പിതാവേ, ഞാൻ പറയുന്നത് കേൾക്കൂ. അവൾ തേങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം അതിനിടകൊടുത്തില്ല. ആദ്യത്തിന് നടക്കുന്നതൊന്നും ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ശേഷനാഗ രാജാവാണു. പക്ഷേ അദ്ദേഹം അളകനന്ദയോട് എന്തിനാണ് ദേഷ്യത്തിൽ പെരുമാറിയത്? തങ്ങൾ രണ്ടുപേരും പ്രണയത്തിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവുമോ? ഉണ്ടായാൽ തന്നെ അദ്ദേഹം തങ്ങളുടെ പ്രണയത്തിനെതിരായി നിൽക്കുമോ? നമുക്ക് എന്തു കുറവാണുള്ളത്? നാം ഭഗവാൻ സൂര്യനാരായണന്റെ അർദ്ധഭാഗമാണ്. എന്തുകൊണ്ട് നമുക്ക് അളകനന്ദയെ വിവാഹം കഴിക്കുവാൻ സാധിക്കില്ല? നമ്മുടെ നേത്രങ്ങളിൽ നമുക്കൊരു അയോഗ്യതയുമില്ല. നാം പിതാവിനെ അറിയിച്ചാലോ? ഒരുപക്ഷെ അദ്ദേഹത്തിന് നമ്മെ സഹായിക്കുവാൻ സാധിച്ചേക്കും. പ്രണയിക്കുന്നത് ഒരു തെറ്റാണെന്ന് നമുക്ക് തോന്നുന്നുമില്ല. അവൻ സൂര്യലോകത്തേക്കുള്ള പ്രയാണം ആരംഭിച്ചു. അവളോട് സംസാരിക്കാനുള്ള സന്ദർഭം കിട്ടാത്തതിൽ അവന് നിരാശയുണ്ടായിരുന്നു. അവൻ സൂര്യദേവനോട് ഈ പ്രശ്നത്തെ പറ്റി പറയാൻ തന്നെ നിശ്ചയിച്ചു. എന്ത് സംഭവിച്ചാലും തനിക്ക് അളകനന്ദയെ മറക്കുവാൻ കഴിയില്ല. അളകനന്ദയെ അവളുടെ മുറിയിൽ തന്നെ ശേഷനാഗ രാജാവ് തടങ്കലിലിട്ടു. താൻ കണ്ട ദൃശ്യങ്ങൾ നാഗറാണിയോട് വിവരിച്ചു. ഇനി എന്ത് ചെയ്യും സ്വാമി? നമുക്കും അതേപ്പറ്റി ഒന്നും തന്നെ അറിയില്ല നാഗറാണി. നാം അവളോട് സംസാരിക്കുന്നതാണ് സ്വാമി. നാഗറാണി അളകനന്ദയോട് സംസാരിക്കുവാനായി പുറപ്പെട്ടു. പുത്രി, നീ എന്താ അപരാധമാണ് പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഇതേപ്പറ്റി ആരെങ്കിലും അറിഞ്ഞാൽ നിന്റെ പിതാവിന്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്നതാണ്. അളകനന്ദ കണ്ണീരോടെ മുഴിഞ്ഞു. മാതേ, സ്നേഹിക്കുന്നത് അത്ര വലിയ അപരാധമാണോ? പ്രണയം അപരാധമാകുന്നത് എപ്രകാരമാണ്? നാം സമ്മതിച്ചു. നാം മാതാവ് പാർവതിയുടെ ശക്തിനാഗിനാണ്. അതുകൊണ്ട് നാം ആരെയും പ്രണയിക്കരുതെന്നാണോ മാതേ? നാം സദാ യോഗിനിയായി ഇരിക്കണമെന്നാണോ? നമ്മുടെ ഹൃദയം ഇപ്പോൾ സൂര്യപുത്രനായി തുടിക്കുകയാണ് മാതേ. അദ്ദേഹമില്ലാതെ നമുക്കിനി ജീവിക്കുവാൻ സാധ്യമല്ല. ഈ പ്രണയം വെച്ചുകൊണ്ട് നാം എങ്ങനെയാണ് ഇനി മാതാവ് പാർവതിയുടെ ശക്തിനാഗിനായി മാറുന്നത്? നമുക്ക് നമ്മുടെ പ്രണയം ത്യാഗം ചെയ്യുവാൻ സാധിക്കില്ല മാതേ. അവിടുന്ന് അപ്രകാരം പറയരുത് മാതേ. അവൾ കരഞ്ഞുകൊണ്ട് തൻ്റെ മാതാവിൻ്റെ കാൽക്കലിരുന്നു. അവർ കുനിഞ്ഞ് മകളെ എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു, പുത്രി, കരയാതിരിക്കൂ. നാമും നിന്റെ വിവാഹം കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നിന്റെ ജന്മം മാതാവ് പാർവതിയുടെ ശക്തിനാഗിനായി മാറുവാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റു മാതാപിതാക്കളെ പോലെ പുത്രിയുടെ സ്വയംവരം കാണുവാൻ ഞങ്ങൾക്ക് ഭാഗ്യമില്ലാതായി. വളരെയധികം പ്രാർത്ഥനകൾക്കൊടുവിലാണ് പുത്രി സുഖം പ്രാപ്തമായത്. നിന്റെ ഒരാഗ്രഹത്തിനും ഞങ്ങൾ ആരും എതിരു നിന്നിട്ടില്ല. പക്ഷേ നിന്റെ ഈ പ്രവൃത്തി മാതാവ് പാർവതിക്ക് അപമാനമാണ്. എന്നാലും നാം സ്വാമിയോട് ഇതേക്കുറിച്ച് സംസാരിച്ചു നോക്കാം. പുത്രി, മാതാവ് പാർവതി വിസമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിരുവർക്കും
ഒന്നാകുവാൻ സാധിക്കില്ല. സൂര്യലോകത്തിൽ ആദിത്യൻ തന്റെ പിതാവായ സൂര്യദേവനോട് അറിയിച്ചു തനിക്കൊരു കന്യകയോട് പ്രണയമാണെന്ന്. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ഏതാണ് ആ കന്യകയെന്ന് ആരാഞ്ഞു. ആദിത്യൻ അല്പനിമിഷം മൗനം പാലിച്ചു. പിന്നെ മൊഴിഞ്ഞു, ശേഷനാഗ രാജാവിന്റെ പുത്രി അളകനന്ദ. എന്ത്? സിംഹാസനത്തിൽ നിന്ന് സൂര്യദേവൻ ചാടി എഴുന്നേറ്റു. നീ എന്താണ് പറയുന്നതെന്ന് നിനക്ക് ബോധ്യമുണ്ടോ പുത്ര? നീ ആരുടെ പുത്രിയാണ് പ്രണയിക്കുന്നതെന്ന് അറിയാമോ? ആ കന്യക മാതാവ് പാർവതിയുടെ ശക്തിനാഗിരാണ്. അവൾക്കൊരിക്കലും നിന്നെ പ്രണയിക്കുവാൻ സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല പിതാവേ? നമുക്ക് എന്താണ് കുറവ്? കുറവിന്റെ അല്ല പുത്ര, ശക്തിനാഗിന്റെ പദവി ആർക്കും തന്നെ പ്രാപ്തമല്ല. അതിന് യോഗ്യത നേടേണ്ടതാണ്. അവൾ ജന്മമെടുത്തു തന്നെ ആ ലക്ഷ്യത്തിനു വേണ്ടിയാണ്. സദാ കന്യക യോഗ്യനായി മാറേണ്ടതാണ്. അതാണ് അവളുടെ നിയോഗം. ഇല്ല പിതാവേ, നമുക്കതിന് സമ്മതം നൽകുവാൻ സാധ്യമല്ല. ഞങ്ങൾ ഇരുവരും പ്രണയിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് ഒരുമിക്കുവാൻ കഴിയില്ല? നമ്മുടെ അനുവാദമില്ലാതെ നീ സൂര്യലോകത്തിന് പുറത്തു പോയത് തന്നെ അപരാധമാണ്. അതും കൂടാതെ നീ ഭൂമിയിലേക്ക് പോയിരിക്കുന്നു. ഇനി നീ നമ്മുടെ അനുവാദം കൂടാതെ ഈ സൂര്യലോകത്തിന് പുറത്തു പോകരുത്. പറഞ്ഞത് മനസ്സിലായല്ലോ? പിതാവേ, നമുക്കൊന്നും തന്നെ ശ്രവിക്കണ്ട. നമ്മുടെ മുൻപിൽ നിന്ന് കടന്നു പോകൂ. ആദിത്യൻ വേദനയോടെ പിൻവാങ്ങി. ഇനി തങ്ങൾ ഇരുവരും കണ്ടുമുട്ടുക അസാധ്യമായി തീർന്നിരിക്കുന്നു. പ്രണയിക്കുന്നത് അത്ര വലിയ അപരാധമാണോ? നാം അളകനന്ദയെ വിവാഹം ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ എന്താണ് സംഭവിക്കുക? എന്തുകൊണ്ട് വിവാഹിതയായിക്കൊണ്ട് ശക്തിനാഗനാകുവാൻ സാധ്യമല്ല? നാം ഒരിക്കലും അളകനന്ദയ്ക്ക് ആ പദവി കിട്ടുന്നതിൽ തടസ്സം നിൽക്കുകയില്ല. പക്ഷേ തനിക്ക് അവളോടൊപ്പം ജീവിക്കുവാൻ സാധിക്കണമെന്നേ ഉള്ളൂ. നാം നമ്മുടെ വേദന ആരോടാണ് പങ്കുവെക്കേണ്ടത്? രാധേയകർണൻ അടുത്ത അധ്യായത്തിൽ തുടരും.